എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം നേടാറുള്ള വഴിയാണ് പറയുന്നത്. ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം നേടാറുള്ള വഴി എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് വസിയത്ത് ചെയ്യുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വസിയത്ത് ചെയ്യുകയാണ്. എന്തേ വസിയത്ത് ചെയ്തതെന്നറിയുമോ? എല്ലാ മാസവും 3 ദിവസം നീ നോമ്പ് അനുഷ്ഠിക്കണേ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, 3 വസിയത്തുകൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. 3 വസിയത്തുകൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ആ 3 വസിയത്തിൽ ഒന്നാമത്തെ വസിയത്ത് എന്തെന്നറിയുമോ? അബൂ ഹുറൈറ അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞു, മാസം നീ 3 ദിവസം നോമ്പ് പിടിക്കണം. ഒരു മാസത്തിൽ നീ 3 ദിവസം നീ നോമ്പ് പിടിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 3 ഉപദേശങ്ങളാണ് കൊടുത്തത്. രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? അബൂ ഹുറൈറ, എല്ലാ ദിവസവും നീ 2 റക്അത്ത്, എല്ലാ ദിവസവും നീ 2 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും നീ 2 റക്അത്ത് ളുഹാ നമസ്കരിക്കണം. പടച്ചവനെ, പ്രഭാതം മുതൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, നട്ടുച്ചയ്ക്ക് ളുഹറിനെ ബാങ്ക് വിളിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ളുഹാ നിസ്കരിക്കാമല്ലോ. എന്റെ പ്രതിഫലമെന്നറിയുമോ? ആരാ നിസ്കരിക്കുന്നത്? ളുഹാ നിസ്കരിക്കുന്ന എത്ര പേരാ ഉള്ളത്? നമ്മളിൽ പലർക്കും അതിന്റെ മഹത്വമറിയില്ല. നമ്മളിൽ പലർക്കും അതിന്റെ പ്രതിഫലമറിയില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 റക്അത്ത് ളുഹാ നിസ്കാരത്തിന്റെ പ്രതിഫലം അറിയണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ആരെങ്കിലും ളുഹാ നിസ്കരിച്ചാൽ അവനൊരു പരിപൂർണ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദയം സമയം നമ്മളറിയാം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഉദയം സുബഹിയുടെ സമയം അവസാനിച്ചത് മുതൽ ളുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10-15 അര മിനിറ്റ് മുമ്പ് വരെ, 1 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഈ നിസ്കാരം നിസ്കരിക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യന് ഹജ്ജും ഉംറയുടെയും പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ ഒരു പരിപൂർണ ഉംറ ചെയ്തതുണ്ട്. എന്തായാലും നമുക്ക് പ്രതിഫലമുണ്ട്. ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ എത്ര പേരാ ളുഹാ നിസ്കരിക്കണം? ഇവിടെ പടച്ചോനെ ഫർള് നിസ്കരിക്കണില്ല, പിന്നെ ളുഹാ. ഇപ്പൊ ഫർള് തന്നെ. എന്റെ പൊന്നാര മുസമ്മിലെ, നീ ഇതൊക്കെ ഒന്ന് തുറന്നിടണം കേട്ടാ. ലോക്ക്ഡൌൺ എല്ലാം കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞ് ഇനി പള്ളി തുറന്നിട്ടോണം. ജമാഅത്തില്ല, അത്രയേ ഉള്ളൂ. ജമാഅത്ത് നിസ്കാരമില്ല, അത് ഗവൺമെന്റ് അനുവാദമില്ല. വേണ്ടവർ നിസ്കരിച്ച് അവനവന്റെ കാര്യം നോക്കി പൊക്കോട്ടെ. നീ തുറന്നിട്ടേക്കണം കേട്ടാ. ഇതിപ്പോ കഅബാലയത്തിന് വലയം ചെയ്യുന്ന പോലെ ഇതിന്റെ വാതില് കാണാൻ വേണ്ടി വലയം ചെയ്യേണ്ട അവസ്ഥ. കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പള്ളിയിൽ, ഗവൺമെന്റിന്റെ തീരുമാനം, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കരിക്കണം. അതങ്ങനെ നടക്കട്ടെ. ആളെ കൂട്ടൊന്നും വേണ്ട, നീ ബാങ്ക് വിളിച്ച് നിസ്കരിച്ചു പൊക്കോ. പക്ഷെ ഒരാള് വന്നു നിസ്കരിക്കണം തോന്നി ആരും ഇല്ലല്ലോ, മിണ്ടാതൊരു വായു എടുത്തോടെ നിസ്കരിക്കാമല്ലോ. പള്ളിയൊക്കെ തുറക്കണല്ലേ ഷാജനെ? ജമാഅത്തൊന്നും വേണ്ടപ്പ, തുറന്നെടുപ്പാ. അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോ ഇത്രയും കൂടിയില്ലേ? അടുത്ത ആരോ നിയമസഭയിൽ ചോദിച്ച പോലെ ആരോ ചോദിക്കുന്ന കേട്ടായിരുന്നു. നമ്മളിവിടെ തന്നെ 10-250 പേര് ഇരിപ്പുണ്ട്. 40 പേരുള്ള ജുമാക്ക് കയറുന്നതിന് കുഴപ്പത്തിനകത്ത് തന്നെ ഇരിക്കണില്ല, നിയമങ്ങൾ പാലിച്ചു. നമ്മളിപ്പോ ജമാഅത്തായിട്ടുള്ള നിസ്കാരം മാർക്കറ്റ് കിടക്കുന്ന കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പദവിധം പോരാ, പിന്നെ തുടങ്ങും.
പക്ഷെ ഞാൻ പറയുന്നത് പള്ളി പൂട്ടിയിടണ്ട. ആരെങ്കിലും വന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നെങ്കിൽ നിസ്കരിച്ചിട്ട് പൊക്കോട്ടെ. ജമാഅത്തായിട്ട് നിസ്കാരങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും ഇല്ലേപ്പാ? എന്തേ മെമ്പറെ ഷൗക്കണ്ണൻ എന്താ ഉണ്ടായിരിക്കണം? ഷൗക്കണ്ണിന് ഇപ്പൊ വന്ന് നിസ്കരിക്കണം തോന്നില്ല, അവിടെ നിസ്കരിച്ചിട്ട് പോവാ. ലോക്ക്ഡൗൺ ഒക്കെ എവിടെ തീരുമെന്നാണ് ഇപ്പൊ തീരും. നാളെ നീളെ ഇതെല്ലാം കൂടെ 2 മാസത്തേക്ക് അടച്ചിടൂ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് 5 10 നീക്കണേ. അതന്നെ എന്തായാലും മാറട്ടെ. അള്ളാഹു രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുഹാ നിസ്കാരം വലിയ മഹത്വമാണ്. ദുഹാ നിസ്കാരത്തിന്റെ മഹത്വം ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. 7 മഹത്വം. ദുഹാ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഉപദേശമാണ്. 3 ഉപദേശങ്ങളാണ് പ്രവാചകൻ അവിടുന്ന് കൊടുത്തത്. രണ്ടാമതായിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ എല്ലാ ദിവസവും 2 റക്അത്ത് നീ ദുഹാ നിസ്കരിക്കണേ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, വൻ ഉത്തിറ ഖബില റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, മൂന്നാമത്തെ ഉപദേശം, വിത്ർ നമസ്കരിക്കാതെ ഉറങ്ങാൻ പാടില്ല. വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങാൻ പാടില്ല. പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് അബൂ ഹുറൈറ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ ആരാണ് വിത്ർ നിസ്കരിക്കുന്ന എത്ര പേരാണുള്ളത്? അതിനെ പരിഗണിക്കാത്തവരുണ്ട്. ഫർദ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്നവരുണ്ട്. പക്ഷേ എത്ര പേരാണ് വിത്ർ നിസ്കരിക്കുന്നത്? വലിയ മഹത്വമാണല്ലോ വിത്ർ നമസ്കരിക്കുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നമുക്ക് ഫർളിന്റെ പ്രതിഫലമേ അറിയോ? ഫർള് നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലമേ അറിയോ? എങ്ങനെ ദുഹാ നമസ്കാരത്തിന്റെ പ്രതിഫലം അറിയണോ? തടച്ചവനെ വിത്ർ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയണോ? ഇൻഷാ അല്ലാഹ് നാളെ എണ്ണി പറഞ്ഞു തരാ. ആയുസുണ്ടെങ്കിൽ നാളെ പറഞ്ഞു തരാ. വിത്ർ നിസ്കരിച്ചാ റബ്ബ് തരുന്ന പ്രതിഫലം എന്താ? എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു, എല്ലാ ദിവസവും നീ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കണം, നീ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കണം എന്ന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഉപദേശിച്ചതിന്റെ കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത മഹത്വമുള്ളതാ. നിസാരമായി കാണണ്ട, നിസാരമായി തള്ളണ്ട. വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. സ്വർഗം വരെ നേടാൻ പറ്റും മനുഷ്യ, സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന നിസ്കാരങ്ങളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം കിട്ടണോ? അബൂ ഹുറൈറ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ ഒരു മാസത്തിൽ 3 ദിവസം നീ നോമ്പ് പിടിക്കണേ. സൗമുന സലാസതി അയ്യാ സൗമുദ്ദഹിരി കുല്ലിഹി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ഒരു മാസത്തിൽ 3 നോമ്പുണ്ടല്ലോ, ഒരു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലമാ. വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു വെറുതെ പറയുന്നതല്ല. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്, ഇനി ബുഖാരിയിലെ ഹദീസ് പറയാ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരു മാസത്തിൽ 3 ദിവസം ആര് നോമ്പ് പിടിക്കുന്നുണ്ടോ, പെങ്ങളെ, ഉമ്മമാരെ, എല്ലാ മാസവും
മാസവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാർ, എല്ലാ മാസവും നോമ്പ് പിടിക്കുന്ന പെങ്ങന്മാർ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. എന്തിനാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് എന്ന് മക്കള് ചോദിക്കുമ്പോ, ഭർത്താവ് ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാതിരുന്ന ഉമ്മ, ഇതാ അതിനുള്ള മറുപടിയാ. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓരോ മാസത്തിലും 3 ദിവസം നോമ്പ് പിടിച്ചാൽ വർഷം മുഴുവനും നോമ്പ് പിടിച്ചതിന് തുല്യമാ. അല്ലാഹുവേ, എല്ലാ മാസവും 3 നോമ്പ് പിടിച്ചാൽ, എല്ലാ മാസവും 3 നോമ്പ് പിടിച്ചാൽ വർഷം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാ. അല്ലാഹ് ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാസത്തിൽ 3 നോമ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകൾ പറയുന്നു, തുടർച്ചയായോ അല്ലാതെയോ എന്ന് പറഞ്ഞാൽ 13, 14, 15 എല്ലാ മാസവും. എല്ലാ മാസവും 13, 14, 15 തീയതികളിൽ ചിലരങ്ങനെ അടുപ്പിച്ചു പിടിക്കാറുണ്ട്. നീ അടുപ്പിച്ചാകട്ടെ അല്ലാതെ ആകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്നത് ഈ നോമ്പിനാ. 13, 14, 15 എല്ലാ മാസവും 13, 14, 15 ഈ 3 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നവരുണ്ട്. മറ്റു ചിലര് തിങ്കളും വ്യാഴവും പിടിക്കുന്നവരുണ്ട്. തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ, തിങ്കളും വ്യാഴവും. അപ്പൊ ഈ നോമ്പ് പിടിക്കുന്നവർക്ക് ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്നത് ഈ നോമ്പിനാ. മഹാനായ മൂസ ബിൻ തൽഹ റളിയല്ലാഹു തആല അൻഹു قال سمعت عباد رضي الله تعالى عنه بالربدي قال لي رسول الله صلى الله عليه وسلم إذا صمت شيئا من شهر فصم 13 و14 و15. മഹാനായ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാസത്തിൽ 3 ദിവസം നീ നോമ്പനുഷ്ഠിക്കണം. മാസത്തിൽ നീ 3 ദിവസം നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ 13, 14, 15 എന്നീ ദിനങ്ങളിൽ നീ നോമ്പനുഷ്ഠിച്ചു കൊള്ളുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു 13, 14, 15. മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി പറയുകയാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്ന അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താങ്കൾ മാസത്തിൽ 3 ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ. മറ്റൊരു ഹദീസ് അവിടെന്ന് പറഞ്ഞു 13, 14, 15 എല്ലാ മാസവും 3 ദിവസം നോമ്പനുഷ്ഠിക്കുക. ആ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ ഒരു കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് 13, 14, 15 ദിനങ്ങളിൽ ഈ 3 ദിവസം പിടിക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും 3 നോമ്പ് എങ്ങനെയുമാകാം. 2 ഹദീസുമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ പേര് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവരുണ്ട്. തിങ്കളും വ്യാഴവും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് 2 മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശവ്വാലിന്റെ 6 നോമ്പുണ്ടല്ലോ, അല്ലാഹുവേ, റമളാനിലെ നിർബന്ധമായ നോമ്പ് പിടിച്ചതിന് ശേഷം ശവ്വാല് 6 നോമ്പ് അനുഷ്ഠിക്കുന്നത് സുന്നത്താണല്ലോ. പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 6 നോമ്പ് പിടിക്കുമല്ലോ. മഹാനായ നബി അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സാമ റമളാന സുമ്മ അത്ബഅഹു 6 മിൻ ശവ്വാൽ കാന ഖസിയാമിദ് ദഹരി.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. ആരെങ്കിലും റമളാൻ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാൽ മാസത്തിൽ നിന്ന് 6 നോമ്പുകൾ അതിനെ തുടർന്ന് നോൽക്കുകയും ചെയ്താൽ അത് വർഷം മുഴുവനും നോമ്പ് നോറ്റതുപോലെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാണ് 6 നോമ്പിനുള്ളത്. ഈ റമളാൻ കഴിഞ്ഞപ്പോ ശവ്വാൽ മാസം പെരുന്നാൾ കഴിഞ്ഞിട്ട് 6 നോമ്പ് പിടിച്ചല്ലോ. ഇതൊക്കെ തെളിവ് ചോദിക്കുന്നവരുണ്ട്, ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നവരുണ്ട്. പടച്ചവനെ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് പടച്ചവനെ മുസ്ലിമിലുണ്ട്, അഹ്മദിലുണ്ട്, തിർമിദിയിലുണ്ട്, നസായിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും പടച്ചവന് അറിയപ്പെടുന്ന എല്ലാ കിതാബുകളിലുമുള്ള ഹദീസാ. വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം അറിയുമോ? സുന്നത്ത് നോമ്പ് നിസാരമായി തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഭാര്യയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ആ മാസത്തിന്റെ 13ഉം 14ഉം 15ഉം നോമ്പ് പിടിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന മുസ്ലിമേ, പ്രതിഫലമറിയണോ? പ്രതിഫലമറിയണോ? അല്ലാഹു തരുന്ന പ്രതിഫലമറിയണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ 3 ചെറുപ്പക്കാര്, ഹന്തക്ക് യുദ്ധമാണെന്ന് തോന്നുന്നു, 3 ചെറുപ്പക്കാരെ 3 പേരെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. ഒന്നാമത് ഇസ്ലാമിന്റെ കൊടി പിടിച്ച് മുന്നിൽ നിൽക്കേണ്ടത് നീയാണ്. നിനക്കെന്തെങ്കിലും പറ്റിയാ രണ്ടാമത് നീ പിടിക്കണം. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത് നീ പിടിക്കണം. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ സഹബാ, നിങ്ങളിൽ ആരെങ്കിലും കൊടി പിടിക്കണേ സഹാബാ. റസൂലപടന്ന് പറയുകയാ, യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു, യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറഞ്ഞ 3 സ്വഹാബികളിൽ 3 നേതാക്കന്മാരിൽ ഒരു നേതാവ് ആരെന്നറിയുമോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടുകയാ. കളിച്ച് ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത്. അവിടുന്ന് ഭാര്യ ചോദിക്കുന്നു, എന്തേ ജൗഫർ, എത്ര സന്തോഷമെന്തേ? അവിടുന്ന് പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കിയിരിക്കുകയാണ്. റസൂലുള്ള യുദ്ധത്തിന്റെ അമീറാക്കിയിരിക്കുകയാ. അതിന്റെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതാ. അല്ലാഹുവേ, അവിടുന്ന് വീടിന്റെ അകത്ത് കയറി യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള യാത്രയുടെ തുടക്കം കുറിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ കേട്ടവരല്ലേ, അവസാനമല്ലാ യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെന്നു. യുദ്ധം അവിടുന്ന് തുടങ്ങുകയാണ്. ഒന്നാമത്തെ കൊടിയും പിടിച്ചിരുന്നു കൊണ്ടിരുന്ന സ്വഹാബിയുണ്ടല്ലോ, യുദ്ധക്കളത്തിലേക്ക് പിടഞ്ഞു വീഴുകയാ. ഇസ്ലാമിന്റെ കൊടി താഴെ വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് കൊടിയെടുക്കുകയാണ്. ഇങ്ങനെ കൊടി ഉയർത്തി പിടിച്ചിട്ട് ഇസ്ലാമിന്റെ സഹാബത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് യുദ്ധം നയിക്കുകയാ. വലത് കൈ വെട്ടി മുറിച്ച് താഴെയിട്ടു. അതാ ഇടത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാണ്. ഇടത് കൈ വെട്ടി മുറിച്ച് താഴെയിട്ടു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു കൊടിയെടുത്തിട്ട് തന്റെ കക്ഷത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാ. 2 കൈകൾ കൊണ്ട് നെഞ്ചിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോ അവിടത്തെ ഒരു കൈയങ്ങ് വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണപ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു വിളിക്കുന്നു, സ്വഹാബാ, പേടിച്ചു
പേടിച്ചു പുറകിൽ നിൽക്കുന്ന, ഭയന്ന് പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിനോട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആ താഴെ കിടക്കുന്ന കൊടിയെടുത്ത് എന്റെ കക്ഷത്തിൽ വെച്ചതാ സഹാബ. അവിടുന്ന് കൊടിയെടുത്ത് കക്ഷത്തിലേക്ക് വെച്ച് കൊടുത്തപ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബത്തിനോട് വിളിച്ചു പറയുകയാണ്, സ്വഹാബ, സ്വർഗത്തിന്റെ പരിമളം വീശുന്നു സ്വഹാബ. വേണ്ടവരെന്റെ കൂടെ വാ, വേണ്ടവരെന്റെ കൂടെ വാ. യുദ്ധക്കളത്തിലേക്ക്, ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് പങ്കെടുത്തില്ല, മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, ജൗഫർ ഷഹീദായി സഹാബ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് രണാങ്കണത്തിലേക്ക് ജൗഫർ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീണപ്പോ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ അകത്തിരുന്ന് കൊണ്ട് ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന, സ്വഹാബ, എന്റെ ജൗഫർ ഷഹീദായി സഹാബ. വീട്ടിൽ പോയി പറയണമല്ലോ, മരണവാർത്ത വീട്ടിൽ പോയി പറയണമല്ലോ. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പോലും അനങ്ങുന്നില്ല. ജൗഫർ തങ്ങളുടെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയാൻ ഒരു സ്വഹാബി പോലും തയ്യാറാകുന്നില്ല. റസൂലുള്ളാഹി ചോദിക്കുന്നു, ആരാ പോകുന്നത്? ഒരാളും എഴുന്നേൽക്കുന്നില്ല, ഒരാളും ചലിക്കുന്നില്ല. പ്രവാചകൻ പിന്നെയും ചോദിക്കുന്നു, സ്വഹാബ, ആരാണ് പോകുന്നത്? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നതാരാ? സഹാബ. നിങ്ങളെന്തേ എഴുന്നേക്കാത്തത്? നിങ്ങളെന്തേ മിണ്ടാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സ്വഹാബികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, പോകാൻ പേടിയാ നബിയേ, ജൗഫറിന്റെ വീട്ടിൽ പോകാൻ പേടിയാണ് നബിയേ. കാരണം എന്തെന്നറിയുമോ? 19 വയസ്സുള്ള ഒരു പെണ്ണവിടെ ഉണ്ട് നബിയേ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയ്ക്ക് 19 വയസ്സാ. 10 വയസ്സിന് താഴെ പ്രായമുള്ള 3 മക്കളാ. 10 വയസ്സിന് താഴെ പ്രായമുള്ള 3 ആൺമക്കള്. പടച്ചറപ്പേ, ചിന്തിച്ചു നോക്ക്. 19 വയസ്സുള്ള പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയെന്ന് എങ്ങനെയാ പറയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബ, എങ്കിലും ഒരുമിച്ച് പോകാ സഹാബ. എല്ലാവരും വീട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചരിത്രം പറയുകയാണ്. വീട്ടിലേക്ക് കടന്നു പോകുന്ന രംഗം വല്ലാത്തതാ. അവസാനം അവിടേക്ക് കടന്നതെന്നോ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളുണ്ടല്ലോ, എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ 3 മക്കളും മുത്തി നബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. റസൂലുള്ള കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ. സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബ. സഹാബികൾ മുഴുവനും ജൗഫർ തങ്ങളുടെ മക്കളെ ചുംബിച്ചപ്പോ തന്റെ ഭർത്താവിന് കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയാണ് ഭാര്യ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പെണ്ണേ, ജൗഫർ ഷഹീദായി പെണ്ണേ. പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ ഭർത്താവ്
ഭർത്താവ് മരിച്ചത്, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ ഷഹീദായത്? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, എന്തേ നീ അങ്ങനെ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, മണിയറയിൽ ഞങ്ങള് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു എന്റെ മടിയിൽ കിടന്നിട്ട് എന്നോട് പറഞ്ഞതെന്നറിയോ? പെണ്ണെ, എനിക്ക് വലിയൊരു മോഹമുണ്ട്, എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹമെന്നറിയോ? മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്ന് എനിക്ക് നോമ്പ് തുറക്കണം. ഇതെനിക്ക് വല്ലാത്ത ഒരാഗ്രഹമാ. എനിക്ക് വേണ്ടി ദുആ ചെയ്യുവോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മണിയറയിലും മടിത്തട്ടിൽ കിടന്ന് പറയുമ്പോ അവിടുന്ന് ദുആ ചെയ്തതാ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയോട് സ്വഹാബികൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, രണാങ്കണത്തിലെ ശരീരം മുഴുവനും വെട്ടുകൾ കൊണ്ടിട്ട് തുണ്ടമായി വെട്ടിമുറിച്ച് കൈകാലുകൾ മുഴുവനും മുറിച്ചു മാറ്റി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്നപ്പോ വെള്ളമെടുത്തു കൊണ്ടുപോയിട്ട് തന്റെ വായിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ അവിടെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, എനിക്കിന്ന് സുന്നത്ത് നോമ്പാ. സക്കറാത്തിന്റെ അവസ്ഥയിലും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ശരീരം മുഴുവനും തുണ്ടമായി വെട്ടിമുറിച്ച് രണാങ്കണത്തിലും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോഴാണ് അവിടെ പറഞ്ഞത്, എനിക്ക് വെള്ളം തരല്ലേ, ഞാൻ നോമ്പുകാരനാ. ഇതല്ലാഹുവിന്റെ മുന്നിലിരുന്ന് തുറക്കണ്ട നോമ്പാ, ഇതല്ലാഹുവിന്റെ മുന്നിലിരുന്ന് മുറിക്കണ്ട നോമ്പാ. എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് അല്ലാഹ് എനിക്ക് തന്നതാ. ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ദുആയാ. റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞപ്പോ